ഈ ഫാൻസുകാരുടെ തള്ളിക്കയറ്റം കൊണ്ട് മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അകത്തും പുറത്തും എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും പുറത്തിറങ്ങി നടന്നാലും ഫാൻസിൻ്റെ ബഹളമാണ്. ഈ ഫാൻസും ഹാൻസും തമ്മിലും ബന്ധമുണ്ട്. പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസത്തെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ യദു സംഭവമാണ്. അതേപ്പറ്റി ഇഷ്ടംപോലെ ചർച്ചകൾ മലയാളത്തിലെ പ്രമുഖ മുൻനിര മുഖ്യധാര ചാനലുകളുടെ അന്തിച്ചർച്ച വരെ എത്രയോ സമയമാണതിന് നീട്ടി വെച്ചത്. വേറെ എത്രയോ വലിയ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു. അതെല്ലാം മാറ്റിവെച്ച് ഒരു KSRTC ഡ്രൈവറെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമ ചർച്ചകളും വാർത്തകളും പോകുമ്പോൾ നാം എവിടേക്ക് എങ്ങോട്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ പൊതുവേ നമ്മൾ കേൾക്കാറുണ്ട് KSRTC സ്റ്റാഫ് ശരിയല്ല, അവരുടെ പെരുമാറ്റം ശരിയല്ല. കണ്ടക്ടറായാലും ഡ്രൈവറായാലും ഓഫീസിൽ ചെന്നാൽ എൻക്വയറി എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരിക്കലും ചോദിച്ചാൽ മര്യാദയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. അല്ലെ പുറത്ത് തിരിഞ്ഞു നിൽക്കും എൻക്വയറി ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ. അങ്ങനെ KSRTC പറ്റി നൂറ് പരാതികളുടെ കെട്ടഴിക്കാൻ പൊതുജനങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അതിലെ യാത്രക്കാർക്ക്, സ്ഥിരം യാത്രക്കാരും അല്ലാത്തവരും ഉൾപ്പെടെ. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇടയ്ക്കൊക്കെ ചില നല്ല മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും. KSRTC ജീവനക്കാരുടെ ഒക്കെ പെരുമാറ്റത്തിൽ കുറേ മാറ്റം അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. ബോധവൽക്കരണത്തിലൂടെയും പിന്നെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ കുറച്ച് മര്യാദയ്ക്ക് പെരുമാറുന്ന രീതിയൊക്കെ കുറേയൊക്കെ വന്നു. എല്ലാവരുമല്ല, KSRTCയിലെ നന്നായി പെരുമാറുന്ന യാത്രക്കാരോട് പെരുമാറുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരുമുണ്ട്. എന്നാൽ അവരെല്ലാം അവരുടെ സൽപ്പേര് കളയുന്ന വളരെ മോശമായിട്ട് പെരുമാറുന്നവർ ഇപ്പോഴുമുണ്ട്. നമ്മൾ സ്ഥിരം അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും KSRTCയിലൊന്ന് പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്താൽ അത് മനസ്സിലാവും. അവിടെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു KSRTC ഡ്രൈവറെ ഗ്ലോറിഫൈ ചെയ്യുകയും മറുവശത്ത് ഇതിലെ മറ്റേ കഥാപാത്രം CPM കാരിയും തിരുവനന്തപുരത്തെ മേയറുമായി പോയതുകൊണ്ടും അവരുടെ ഭർത്താവും CPM MLAയും ആയ സജിൻ ദേവ് കൂടി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അത് പിന്നെ രാഷ്ട്രീയമാക്കി മാറ്റിയെടുക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യങ്ങൾ കൂടുതലല്ല. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന രീതി അനുസരിച്ച് ഇതിൻ്റെ തെറ്റും ശരിയും നമ്മൾ വിലയിരുത്തുകയല്ലേ വേണ്ടത്. ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA ഭർത്താവിനും തെറ്റുപറ്റിയോ? ഒന്നത് ചോദ്യം. രണ്ട്, ഡ്രൈവർ മോശമായിട്ട് പെരുമാറിയോ? എങ്കിൽ എങ്ങനെ പെരുമാറി? ഇത് രണ്ടും കണ്ടെത്തേണ്ടുന്ന കാര്യമേ ഇതിനകത്തുള്ളൂ. ഇത് വലിയ അന്തിച്ചർച്ചാ വിഷയമൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പം അതിനെ ഇങ്ങനെ ഒന്ന് വക്രീകരിച്ച് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 4 ദിവസം അത് ആഘോഷിക്കാറില്ല. ഇപ്പം പല കോണുകളിൽ നിന്ന് പലവിധ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് ആകത്തുക കൂട്ടിക്കിടച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഈ ഡ്രൈവറുടെ പൂർവ്വചരിത്രവും അത്ര നല്ലതല്ല. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലൊക്കെ അദ്ദേഹത്തിനെതിരെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പിന്നീട് ആദ്യം പ്രൈവറ്റ് ബസ് ഓടിച്ചു. അതിനുശേഷം അദ്ദേഹം താൽക്കാലിക പദവിയിലാണ് KSRTCയുടെ ഡ്രൈവറായത്, സ്ഥിരം ജീവനക്കാരനല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പെരുമാറ്റം എന്താണെന്ന് നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവറുടെ ക്യാബിന് തൊട്ടടുത്ത് ഇപ്പുറത്തിരുന്ന് പോകുന്ന പെൺകുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. അവരുടെ സംസാരത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അവരുടെ പൈങ്കിളി വർത്തമാനം എന്താണെന്നും ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ സ്ഥിരം പോകുന്ന ഏതെങ്കിലും പെൺകുട്ടിയോട് ചോദിച്ചാൽ, ഫ്രണ്ടിൽ ഇരുന്നോ നിന്നോ സ്ഥിരം യാത്ര ചെയ്യുന്ന പെൺകുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അപ്പം ഇതൊക്കെ ആ പ്രായത്തിൻ്റെ ചില പ്രത്യേകതകളാണെന്ന് നമ്മൾ അങ്ങ് തള്ളിക്കളയാമെങ്കിലും പെരുമാറ്റം പ്രത്യേകിച്ച് സ്ത്രീകളോട് അത് ബസ്സിലായാലും അല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ പയറ്റി തെളിഞ്ഞ് തേച്ച് മിനുക്കി അങ്ങനെ കുറേ ഡ്രൈവർമാർ താൽക്കാലിക ഡ്രൈവർമാരായിട്ട് KSRTCയിൽ വന്നിട്ടുണ്ട്. അവരുടെ പലരുടെയും പെരുമാറ്റത്തിൽ പോരായ്മകളുണ്ട്, ചെറുതും വലുതുമായ പോരായ്മകൾ. ഇവിടെയും നമ്മൾ അതിനെ അങ്ങനെ സമീപിക്കേണ്ടതിന് വരെ ഇതൊരു വലിയ ഭൂകമ്പം ഉണ്ടായ സംഭവമായിട്ട് ഇതിനെ ചർച്ച ചെയ്യാനും തിരിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതിലേക്ക് വരിക. ഇതിൽ എന്താ സംഭവിച്ചത്? രാത്രി 10 മണിയോടെ നടക്കുന്ന സംഭവം, പട്ടം പ്ലാമൂട് പാളയം വരെ നടക്കുന്ന നമ്മുടെ സാഫല്യം കോംപ്ലക്സ് വരെ നടക്കുന്ന സംഭവമാണ്. ഏറിയാൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ
ഈ KSRTC ഡ്രൈവറെ ഓവർടേക്ക് ചെയ്യാൻ, KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ഈ ചുവന്ന സ്വകാര്യ കാറ് രാജേന്ദ്രനും ഭർത്താവും സഞ്ചരിക്കുന്ന ഈ കാറ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഡ്രൈവർ സൈഡ് കൊടുക്കുന്നില്ല. ആ പട്ടത്തു നിന്ന് വന്നിട്ട് പ്ലാമൂട് വഴി PMG കയറുന്ന വൺ വേയിലാണ് ഈ ഓവർടേക്കിങ്ങിൻ്റെ നടക്കുന്നതെന്ന് നമുക്കതിൽ മനസ്സിലാകുന്നത്. അവിടെയും ഓവർടേക്ക് ചെയ്യാറുണ്ട്. വൺ വേയിലും അവിടെ ഒരു 2 ലെയിൻ വീതിയുണ്ട് റോഡിന്. അവിടെയും ബസ്സിനെ ചില കാറുകളും ബൈക്കുകളും അതുപോലെ ചില കാറിനെയും ബൈക്കുകളെയും ബസ്സുകളും ഓവർടേക്ക് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച, കഴിഞ്ഞ ആഴ്ച, ഒരാഴ്ച മുമ്പ് തന്നെ ഇതേപോലെ ബസ്സിൽ അതുവഴി തന്നെ പോകുമ്പോൾ പട്ടത്തൂന്ന് പ്ലാമൂട് വഴി പാളയത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ സഞ്ചരിച്ച KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് മറ്റൊരു കാറിനെ തന്നെ ഓവർടേക്ക് ചെയ്തിട്ട് മുമ്പ് സ്പീഡിൽ കയറിപ്പോയി PMGയിലേക്ക്. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്, എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ വൺ വേയിൽ ഓവർടേക്കിംഗ് ഉണ്ട്, എപ്പോഴും സംഭവിക്കും. രാത്രി 10 മണി എന്ന് പറഞ്ഞാൽ തീരെ തിരക്കില്ലാത്ത സമയം. ഇത് തിരക്കുള്ള സമയത്താണ്. രാവിലെ 10 മണിക്കാണ് ഞാൻ സഞ്ചരിച്ച KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാറിനെയും ബൈക്കിനെയൊക്കെ ആയിട്ട് ഈ വൺ വേയിൽ തന്നെ, പട്ടം PMG പ്ലാമൂട് വൺ വേയിൽ തന്നെ തിരിച്ചിറങ്ങി വരുന്നത് വൺ വേ എന്ന് നോക്കാം. അപ്പോൾ ഇത് വലിയ ആകാശക്കോട്ട ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നുമില്ല. ഇപ്പം ഈ വിഷയത്തിൽ രാജേന്ദ്രനും കുടുംബവും എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? നമ്മൾ ന്യായമായിട്ട് പറയുകയാണെങ്കിൽ ബസ് പാളയത്ത് ചെല്ലുമ്പോൾ അത് തടഞ്ഞു നിർത്തിയിട്ട്, ബസ് നിർത്തിയതിന് ശേഷമാണ് കാർ കയറ്റി മുമ്പിൽ ഇട്ടത്. ബസ് ആളിറങ്ങാൻ നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്നൊരു റോഡിൽ സീൻ ഉണ്ടാക്കാതെ ഈ ബസ്സിനെ ഫോളോ ചെയ്തിട്ട് തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ KSRTC അതുപോലെ പോലീസിനും പരാതി കൊടുക്കാമായിരുന്നു, ഡ്രൈവറുടെ പെരുമാറ്റത്തെ പറ്റി മോശമായിട്ട് പെരുമാറിയെന്നുള്ളത്. അതൊരു ഏറ്റവും യോഗ്യമായ വഴി അതാണ്. പക്ഷേ ഇതൊന്നും പലപ്പോഴും പ്രായോഗികമല്ല. നമ്മൾ എത്ര പേര് യാത്രക്കിടയിൽ ഇങ്ങനെയൊക്കെ നിയമവഴി തേടി നമ്മുടെ ജീവിതത്തിലെ സമയം കളയാൻ നമ്മൾ എവിടെയൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ ചിലർ പെട്ടെന്ന് ചിലർ പ്രതികരിച്ചെന്നിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് മനുഷ്യസഹജമായ ഒരു റെസ്പോൺസ് അതിൻ്റെ അകത്ത് വരുമ്പം അത് ചിലപ്പം നിയമം കൃത്യമായിട്ട് പാലിച്ചു എന്നൊന്നും വരില്ല, സാധിച്ചൊന്നും വരില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തൂക്കി നോക്കണം ഒരു ത്രാസിലിട്ടിട്ട്. അല്ലാതെ ഇതെല്ലാം കടുംപിടുത്തമൊന്നുമല്ല. എന്താ പറയുന്നത്, ദർ ആർ ലോസ് ആൻഡ് ലോസ്. നിയമങ്ങളും ഉണ്ട് എന്നാണ് അതിൻ്റെ മലയാളം. ദർ ആർ ലോസ് ആൻഡ് ലോസ് എന്നുള്ളൊരു ഇംഗ്ലീഷ് പ്രയോഗം. നിയമങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിനു വേണ്ടിയല്ല നിയമം മനുഷ്യന് വേണ്ടിയാണ്. അതാണ് നിയമങ്ങളും ഉണ്ടെന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ആ പ്രയോഗത്തിൻ്റെ. നിയമത്തിന് വേണ്ടിയല്ല, നിയമം മനുഷ്യന് വേണ്ടിയാണ് എന്നെപ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഇനി മറ്റൊരു കാര്യം, ഈ വിദ്വാൻ KSRTC ഡ്രൈവർ ബസ് നിർത്തിയിരിക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ എവിടെയാണ്? 3 ട്രാക്കുള്ള അവിടെ ബസ് ബേ ഉള്ളിടത്ത് സാഫല്യം കോംപ്ലക്സിന്റെ മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ ഇദ്ദേഹം നടുക്കത്തെ ട്രാക്കിലാണ് ബസ് നിർത്തിയിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്. അവിടെ ആളിറങ്ങാനുണ്ട്. രാത്രി 10 മണി അവിടെ ബസ് ബേയിൽ ബസ് മാറ്റി നിർത്തിയിട്ടേ ആളെ ഇറങ്ങാൻ പാടുള്ളൂ. ഇദ്ദേഹത്തിന്റെ ബസ് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്നത് ട്രാക്ക് നടുക്കത്തെ ട്രാക്കിലാണ്. അപ്പുറത്തൊരു വലത്ത് ഒരു ട്രാക്കുണ്ട്, ഇടത്തൊരു ട്രാക്കുണ്ട്, ഇടത്ത് ബസ് ബേയും ഉണ്ട്. അതും കടന്ന് മറു സൈഡിൽ ഒരു ട്രാക്ക് വെറുതെ കിടക്കുന്നത്, നടുക്ക് കൊണ്ട് ബസ് നിർത്തിയിരിക്കുകയാണ്. അത് നിയമവിരുദ്ധമല്ലേ? അതിന് ഈ ഡ്രൈവർക്കെതിരെ കേസ് എടുത്തുകൂടെ? KSRTCക്ക് നടപടി എടുത്തുകൂടെ? പിന്നെന്താ സ്വഭാവമായിട്ട് ചെയ്യുക, പലപ്പോഴും ചെയ്യുക യാത്രക്കാർ നടുക്ക് കൊണ്ട് ഒരു ബസ് നിർത്തി, ഒരു വാഹനം നിർത്തിയാൽ ഇടത്തെ ട്രാക്കും വലത്തെ ട്രാക്കും ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇടത്തെ ട്രാക്ക് ഇവിടെ ബസ് ബേയും ഉണ്ട്, അത്രയും സ്ഥലം ഇവിടെയുണ്ട്. കാർ അതുവഴി കയറ്റിയെടുക്കുമല്ലേ, മറ്റു വാഹനങ്ങൾ കയറ്റിയെടുക്കും. ഇപ്പം ഈ ഇഷ്യൂ വന്നപ്പോൾ എടുത്തിട്ട് ശ്രീബ്ര ലൈൻ്റെ അവിടെ ബസ്സിന് മുന്നിലായിട്ട് കാർ ഒതുക്കിയിട്ട് ഈ വിഷയം സംസാരിക്കും. ഇതാണ് സംഭവിച്ചത്. ഇനി ചില വീണ് കിട്ടിയിടം എന്നത് കണ്ടിട്ട് ചിലർ വന്നിട്ട് VT ബൽറാം, മുൻ കോൺഗ്രസ് MLA വന്ന് പറഞ്ഞിരിക്കുകയാണ്, ഈ ഓരോരുത്തരുടെ ഇടപെടൽ എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ്. VT ബൽറാം പറഞ്ഞത് മദ്യപിച്ച് ഡ്രൈവ് ചെയ്യരുതെന്നാണ് നിയമം. എന്നാൽ പാൻ പരാഗമോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമുണ്ടോ എന്നറിയില്ലത്രേ. ഇവിടെ എന്താ ആര്യരാജൻ ഉന്നയിച്ച വിഷയം എന്താണ്? ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. കാരണം ബസ് നിർത്തുമ്പോൾ ഇദ്ദേഹം ഈ ഹാൻസിൻ്റെയോ പാൻപരാഗിൻ്റെയോ ഈ കടിച്ച് നാക്കിനടി വെച്ച ശേഷം അതിൻ്റെ കവറ് പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചത്
ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് മോശമായിട്ട് പെരുമാറി. പട്ടത്തുനിന്ന് വണ്ടി വിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഈ വായിൽ വിരലിട്ടുകൊണ്ട് ആംഗ്യം കാണിച്ചു. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, കൊളോക്കിയൽ മീനിങ്. അത് അശ്ലീലമാണ്, തെറിയാണ്. ഇങ്ങനെ വായിൽ വിരലിട്ട് ഇങ്ങനെ കാണിക്കുക, ആക്ഷേപിക്കുക. അത് ഇദ്ദേഹം കാണിച്ചു എന്നും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വായിൽ നാക്കിനടി ഇട്ട ഹാൻസിൻ്റെയോ പാൻപരാഗിൻ്റെയോ കവറെടുത്ത് ഇദ്ദേഹം പുറത്തേക്ക് എറിയുന്നുണ്ട് ഡ്രൈവർ. ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് മദ്യപിച്ചു എന്നല്ല. അതിന് ഇദ്ദേഹം മറുപടി കൊടുത്തത് എന്താണ്? ഡ്രൈവർ എന്നെ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി, ഞാൻ മദ്യപിച്ചിട്ടില്ല തെളിഞ്ഞു. മദ്യം മാത്രമാണോ ലഹരി? ഇത് ആരെ പറ്റിക്കാനാണ് ഇങ്ങനെയൊക്കെ? ഇതെന്നിട്ട് മീഡിയകൾ ആഘോഷിക്കുക അന്തിച്ചർച്ചയിലും. എടോ മനുഷ്യരെ, ഈ മാധ്യമ ചർച്ച നടത്തുന്നവരോട് പറയട്ടെ, മദ്യം മാത്രമല്ല ലഹരി, മദ്യത്തേക്കാൾ വലിയ ലഹരിയുണ്ട്, നിരോധിക്കപ്പെട്ട ലഹരികൾ. അതിൽ ഹാൻസ് വരും, പാൻപരാഗ് വരും, അതിൽ MDMA വരും, കഞ്ചാവ് വരും, വേറെ പല രാസലഹരി എന്നതിന് പറയുന്നത് നർക്കോട്ടിക്സ്. മദ്യം മാത്രമാണോ ലഹരി? അതിന് ജാമ്യം എടുത്തിരിക്കുക ഡ്രൈവർ. എന്നെ പരിശോധിച്ച് മദ്യം കഴിച്ചെന്ന് തെളിഞ്ഞിട്ടില്ല അത്രേ. പാൻപരാഗ് രക്തപരിശോധന തെളിയത്തില്ല, MDMA അടിച്ചാൽ തെളിയത്തില്ല, മറ്റ് ലഹരികൾ ഉപയോഗിച്ചാൽ രക്തം പരിശോധിച്ചാൽ തെളിയത്തില്ല, മദ്യം കഴിച്ചാലേ അത് തെളിയുള്ളൂ. അപ്പം വേറെ ഏത് ലഹരി ഉപയോഗിക്കാം? ബസ് ഓടിക്കാം, ഹാൻസ് അടിച്ചിട്ട് ബസ് ഓടിക്കാം. ഈ ഹാൻസൊക്കെ നിരോധിച്ചതാണല്ലോ. അതടിച്ചിട്ട് ബസ് ഓടിച്ചാലും കേസെടുത്തുകൂടെ? എല്ലാ ലഹരികളും നിരോധിച്ച ഏത് ലഹരി ഉപയോഗിച്ചാലും ഡ്യൂട്ടിയിൽ മദ്യം നിരോധിച്ചിട്ടില്ല. പക്ഷെ നിരോധിത ലഹരി പോലും ഉപയോഗിച്ച ഒരാൾ ബസ് ഓടിച്ചു എന്നാണ് ഇതിൽ തെളിയുന്നതെങ്കിൽ അത് ഗുരുതരമായ കുറ്റമല്ലേ? ഇത് നാക്കിനടി വെച്ചാൽ ലഹരി വരും, പിന്നെ വായി തോന്നുന്നത് ആംഗ്യം കാണിച്ചെന്നിരിക്കും, പറഞ്ഞെന്നിരിക്കും, ബോധം നഷ്ടപ്പെടും. കഞ്ചാവ് വലിച്ചാലും MDMA അടിച്ചാലും ഹാൻസ് നാക്കിനടി വെച്ചാലും ഒക്കെ ലഹരി ഉണ്ടാവും. മദ്യം കഴിച്ചാൽ പോലെ ഉണ്ടാകുന്ന പോലെ ലഹരിയാലും അതിൽ കൂടുതൽ ഉണ്ടാവും. ഇതിനെയൊക്കെ ന്യായീകരിക്കുക, ന്യായീകരണം നടത്തുന്ന കാര്യത്തിൽ ഒരു വിഷയമുണ്ടായാൽ ഇങ്ങനെയാണോ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ പൊതുജനം ചർച്ച ചെയ്യേണ്ടത്? അത് CPM-ന്റെ ആരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഘോഷിക്കുക. വേറെ ആര് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, ഒരു ചർച്ചയില്ല. VT ബൽറാം ഇറങ്ങിയിരിക്കുകയാണ് ഫേസ്ബുക്കിൽ മറ്റേ കമൻറ്റുമായിട്ട്. ലഹരിയാണെന്ന് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടെന്ന് അറിയില്ല അത്രേ. 5 കൊല്ലം MLA ആയിരുന്ന രാഷ്ട്രീയ നേതാവാണ്. ചുമ്മാതല്ല തൃത്താലക്കാർ വീണ്ടും ഇങ്ങേരെ ജയിപ്പിക്കാഞ്ഞത്. കാരണം ഇതാണല്ലോ മുതല്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇതാണ് ഈ വിഷയത്തിൻ്റെ കേസും വഴക്ക് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ആര്യ രാജേന്ദ്രൻ ഈ ഡ്രൈവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ അവരുടെ പെരുമാറ്റം മോശമാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടാവാൻ കൊടുക്കട്ടെ, അല്ലെങ്കിൽ കേസ് നടക്കട്ടെ. പക്ഷേ ഇതൊരു പൊതുജന വിഷയം എന്ന നിലയിൽ എടുത്തിട്ട് ആറാടി ആഘോഷിച്ചത് കൊണ്ട് ഞങ്ങൾ ഇത്രയും പറയുകയാണ്. ഇതൊക്കെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയുള്ളത്. ഇതൊന്നും കാര്യമായ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിഷയങ്ങളോ ഇവിടുത്തെ നീറുന്ന മറ്റ് പ്രശ്നങ്ങളോ ഒന്നും അല്ലല്ലോ ഇത് വെറും രാഷ്ട്രീയം ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരാൾ CPM-ന്റെ നേതാവ് ഇതിൽ പെട്ടുപോയത് കൊണ്ടും അതും തിരുവനന്തപുരത്തെ മേയർ പെട്ടുപോയതുകൊണ്ട് എന്നാൽ ഞങ്ങൾ ഇതിട്ടൊന്ന് ആഘോഷിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് രംഗത്ത് വരിക. EP-യുടെ ആഘോഷിച്ച് അതൊരു വശത്തായി കഴിഞ്ഞു. അതിൻ്റെ CPM നേതൃത്വം കൂടിയിട്ട് EP ജയരാജനെ കുറ്റവിമുക്തനാക്കിയതോടുകൂടി അതവിടെ തീർന്നു. ഇനിയിപ്പോൾ അടുത്തത് കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് തീരുമ്പോൾ ഉടനെ അടുത്തത് വരും. ആർക്കെന്ത് കാര്യമില്ലാത്ത